ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ കൊറോണയ്ക്ക് മുമ്പ് നമ്മളെ പ്രളയം എന്ന് പറഞ്ഞ സംഭവം ആദ്യം വന്നല്ലേ. പ്രളയം വന്നപ്പോ എന്താ നമ്മളെ ജാതി മറന്ന് രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചൊരു കുടക്കീഴിലൊക്കെ കഴിഞ്ഞു കൂടി അല്ലേ. പിന്നെന്താ പ്രളയമായിട്ട് കഴിഞ്ഞപ്പോ എന്താ ശങ്കരൻ പിന്നെ തെങ്ങിന്റെ മണ്ടയിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പഴയ രൂപത്തിലേക്ക് തന്നെയായി. പിന്നെയാണ് കൊറോണ വന്നത് ഇല്ലേ. കൊറോണ വന്നപ്പോ എന്താ സ്ഥിതി, നമ്മൾ മാസങ്ങളോളം വീടിനടുത്ത് അടച്ചിരുന്ന് മാസ്ക് ഒക്കെ ധരിച്ചിങ്ങനെ നടക്കേണ്ട കാലങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോ ചാക്യാർക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, സമ്പൂർണ്ണ സാക്ഷരത വന്ന നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താന്ന് പറയാൻ പറ്റുമോ? അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ വിട്ടുമാറിയിട്ടില്ല ഉണ്ടോ. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാ ഓടുക? ഏതെങ്കിലും മന്ത്രവാദികളുടെ അടുത്തേക്കൊക്കെ ഓടുക അല്ലേ, ഡോക്ടറെ അടുത്തേക്കൊന്നല്ല. കേട്ടില്ലേ, ധനം കൂടും സമ്പാദ്യം കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാവപ്പിടിച്ച പെണ്ണിനെ തലയ്ക്ക്, ഒരു പെണ്ണുങ്ങളെ സ്ത്രീയെ തലയ്ക്ക് അടിച്ച് കൊന്നിട്ട് അവരുടെ അവയവങ്ങളൊക്കെ ഭക്ഷണമാക്കി കഴിച്ച നാടാണ് നമ്മുടെ നാട് ഇല്ലേ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ ചാക്യാർക്ക് വേറൊന്നും പറയാനുള്ളത്, ഈ കൂടുതൽ പെൺകുട്ടികളാണ് കേട്ടോ. പ്രേമം മധുരം മനോഹരം, പക്ഷേ ആ പ്രേമ നൈരാശ്യം ഒരു വികരാസംഗം എന്ന് പറയും. ഇതിന് പ്രേമുള്ള പെൺകുട്ടികളൊക്കെ ഒന്ന് കൈപൊക്കിയേ. പുറകുന്ന ഒന്ന് രണ്ടെണ്ണം പെട്ടെന്ന് ഇങ്ങനെ പൊക്കി പെട്ടെന്ന് താത്തുകയും ചെയ്തു. പിന്നെ അവര് ചിന്തിച്ചത് രക്ഷിതാക്കൾ അറിയുമല്ലോ കൈ പൊക്കി. അതല്ല ചാക്യാർക്ക് അതിലും അതിശയം വന്നെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചുങ്ങളെ മടിയിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് അമ്മമാരും കൈ ഇങ്ങനെ എന്നൊക്കെ വന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ നടന്നു കൊടുക്കുക, കൊച്ചുങ്ങളെ ഉപേക്ഷിക്കുക അല്ലേ. അപ്പോ ചാക്യാർക്ക് പറയാനുള്ളത് ആൺകുട്ടികളോടാണ് ബേക്കിരിക്കുന്ന ആൺകുട്ടികളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും പെൺകുട്ടികള് ശരീരം ഒന്നാകും മസിലൊക്കെ കൂടുന്നൊക്കെ പറഞ്ഞിട്ട്